ഈ കലാകുടുംബം എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരു കുടുംബം മൊത്തം കലാകാരാണ്. അച്ഛൻ പാട്ടുകാരനാണെങ്കിൽ അമ്മ ഡാൻസറാണ്. മക്കളാണെങ്കിൽ സംസ്ഥാന കലോത്സവത്തിന് വന്നിട്ട് 4, 5, 6 ഐറ്റം തൂത്തുവാരിയ മക്കളാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് സുരേഷ് കുമാർ, അദ്ദേഹം മ്യൂസിക്കൽ ടീച്ചറാണ്. ഇത് മക്കളായ പവിത്രയും പല്ലവിയുമാണ്. ടീച്ചർ ഇത് അമ്മ, ഇവരുടെ അമ്മയാണ്. അമ്മയും ഒരു ഡാൻസ് ടീച്ചറാണ്. അങ്ങനെ ഒരു കലാകുടുംബം അല്ലെ, അക്ഷരാർത്ഥത്തിലൊരു കലാകുടുംബം. രണ്ടുപേരും കലോത്സവത്തിൽ ഒരാൾ 4 ഇനത്തിലാണെങ്കിൽ മറ്റേ 2 ഇനത്തിൽ പങ്കെടുത്തിരുന്നു അല്ലെ. ഭരതനാട്യം, വീണ, വയലിൻ തുടങ്ങിയ സകലമാന കലകൾ, സകലകലാ വല്ലഭരാണ് ഇരിക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. ആദ്യം മക്കളെയും തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ പല്ലവി സുരേഷ്. ഞാൻ 4 ഇനങ്ങളിലാണ് മത്സരിച്ചത്. വീണ, ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര. ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് ഇതെല്ലാം? അതെ, ഡാൻസ് ഒരു 3 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. വീണ ഒരു 9 വർഷമായി തുടങ്ങിയിട്ട്. അച്ഛനും അമ്മയും തന്നെയാണ് ആദ്യത്തെ ഗുരുക്കന്മാര്? അതെ അതെ. പല്ലവി, പവിത്ര 2 ഐറ്റത്തിന്, വയലിനും വൃന്ദവാദ്യവും. എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവ അനുഭവങ്ങൾ? നല്ലതായിരുന്നു, കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എനിക്ക്. 2 ഇനത്തിലും A ഗ്രേഡ് അടിച്ചെടുത്തു അല്ലേ? യെസ്, എടുത്തു. മക്കളെ പഠിപ്പിച്ചതിന്റെ എക്സ്പീരിയൻസ്? മൂത്ത മോള് പല്ലവീനെയാണ് ഞാൻ മോഹിനിയാട്ടം പഠിപ്പിക്കണേ. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ല ഒരു അനുഭവമാണ്. എല്ലാ പ്രാവശ്യവും തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് വരാൻ പറ്റി. പിന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും സ്വന്തം മകളെ പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. നമ്മൾ നല്ലോണം മറ്റു ഒരുപാട് കാര്യങ്ങൾക്ക് പങ്കെടുക്കണമുണ്ട്. എല്ലാം കൂടി ഒരു സ്ട്രെസ്സാണ്. എന്നാലും ഞങ്ങൾ മാക്സിമം ടൈം അതിന് വേണ്ടി മാറ്റിവെച്ച് പ്രാക്ടീസ് നല്ലോണം കാര്യമായിട്ട് തന്നെ കൊടുക്കും. ഈ കലാലോകത്തേക്ക് ഈ മക്കളല്ലാതെ ഈ ടീച്ചറുടെയും മാഷയുടെയും മറ്റൊരു സംഭാവന കൂടിയുണ്ട്. സോപാന സംഗീതവും മോഹിനിയാട്ടവും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ളൊരു ആവിഷ്കാരം കൂടിയുണ്ടല്ലേ? മാഷ് പറയോ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയോ? ഞാൻ ചെറുപ്പം മുതലേ സോപാന സംഗീതം, അതായത് ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം സോപാന സംഗീതം വിവിധ അമ്പലങ്ങളിൽ പരിപാടി നടത്തി വന്നിരുന്നു. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് ഒരു മോഹിനിയാട്ടം നർത്തകിയാണ്. അപ്പോൾ രണ്ടും കേരളത്തിൻ്റെ കലകളാണ്, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കലകളായപ്പോൾ അപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചതോടുകൂടി ഇതിനെ ഒന്ന് ഒരുമിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും. അപ്പം മോഹിനിയാട്ടത്തിന് സാധാരണ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അകമ്പടിയാണ് ഉണ്ടാകുന്നത്. അതിന് പകരം നമുക്ക് കേരളത്തിൻ്റെ തന്നെ സംഗീതമായ സോപാന സംഗീതം അകമ്പടിയായിട്ട് ചേർക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പരിപാടി തുടങ്ങി ഓരോ ഇനങ്ങളായിട്ട് ചിട്ടപ്പെടുത്തി. ഇപ്പോൾ പല ഇന്ത്യക്കകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ദമ്പതിമാർ മാത്രം തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളോടൊപ്പം പരിപാടികൾക്ക് വരുന്നുണ്ട്. വീണയും പുല്ലാങ്കുഴലൊക്കെ വായിച്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4 പേരും കൂടെ ചേർന്നാണ് ആ ഒരു പരിപാടി നടത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബപരമായിട്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് ഒരു ഈശ്വരാനുഗ്രഹം, നമുക്ക് നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇനി നമുക്ക് ഇവരുടെ പെർഫോമൻസിലേക്കാണ്. അച്ഛൻ പാടട്ടെ, അമ്മ നൃത്തം ചെയ്യട്ടെ, മക്കളാണ് സംഗീത ഉപകരണങ്ങൾ, അതിൻ്റെ മ്യൂസിക് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. മനു, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു ചെറിയൊരു അസൂയ തോന്നുന്നുണ്ടല്ലേ? ചെറുതായിട്ട്. എന്തായാലും പല്ലവി ഇവിടെ ഗ്രേഡൊക്കെ കിട്ടി, 4 ഗ്രേഡൊക്കെ A ഗ്രേഡ് അടിച്ചെടുത്തിട്ടുണ്ട്. റിസൾട്ടുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അത് A ഗ്രേഡ് ആവട്ടെ. കൂടുതൽ പെർഫോമൻസും കലാവേദികളിലൊക്കെ ഇവരെ ഈ മുഖങ്ങൾ കാണട്ടെ അല്ലേ? കലോത്സവ വേദിയിൽ നിന്നും ഈ കലാകുടുംബത്തിനൊപ്പം ക്യാമറ പേഴ്സൺ ജിഷ്ണു ഗിരീഷിനൊപ്പം ബാനു ഇസ്ഹാഖ്, രജ്മ മജീദ്, മീഡിയ 1.